Good morning all. Welcome to my class. Then, hope you are doing well. What we learned in the last class? We learned in the last class method of inversion. Okay. Then, method of inversion of the operations are dealing with multiplication or division. Okay. So, before going to today's class, I will show you a video to recall the concept that we already studied in the last class. Okay. So, watch the video carefully. I will ask you some questions. Okay. Studying the relation between the two operations, multiplication and division, will become simpler. Multiplication and division are very closely related. Let us see how. There are 5 boxes, and each box has 3 pencils. In all, how many pencils are there in 5 boxes? To get the product, we multiply the numbers 5 and 3. 5 into 3 is equal to 15. Now, let us look at it in another way. There are 15 pencils. If each box can accommodate 3 pencils, then how many boxes are needed for 15 pencils? So, here we need to divide 15 by 3 to find the quotient. Therefore, 15 divided by 3 is equal to 5. Given that there are 5 boxes and 15 pencils, how many pencils are there in each box? Here we divide 15 by 5 to find the quotient. So, 15 divided by 5 is equal to 3. From the same example used, we got to know an interesting fact about multiplication and division, which is division is the inverse of multiplication. That is, when we divide the product with one of its factors, the quotient that we get is the other factor. So, multiplication and division, inverse operations are മനസ്സിലായില്ലേ? So, അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസ് അല്ലേ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്തത്. ഇതിങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ചെയ്തപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ എന്തായിട്ട് മാറി? ഡിവിഷൻ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, ഡിവിഷൻ എന്തായിട്ട് മാറിയിരുന്നു? മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറിയിരുന്നു അല്ലേ? സോ അങ്ങനത്തെ പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. മെത്തേഡ് ഓഫ് ഇൻവേർഷന്റെ ജനറൽ റൂൾ എന്തായിരുന്നു? അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലോ. എന്തായിരുന്നു അന്ന് പറഞ്ഞേ? If the result is not to obtain the unknown value, change multiplication to division and division to multiplication. എല്ലാവർക്കും ഓർമ്മയില്ലേ? ഓക്കെ, വെരി ഗുഡ്. ഞാനൊരു ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നല്ലോ ചെയ്യാനായിട്ട്. അതെല്ലാവരും ചെയ്തു നോക്കിയിരുന്നോ? ഓക്കെ, എല്ലാവരും ചെയ്തു അല്ലേ? സോ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ആ ശരിയായ ആൻസർ എങ്ങനെയാണ് കിട്ടിയെന്ന് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. 4 people divide the profit they got from a vegetable business and Joe's got 1,500 rupees. What is the total profit? ഇതായിരുന്നില്ലേ ക്വസ്റ്റ്യൻ? എന്തായിരുന്നു? 4 പേര് അവർക്ക് കിട്ടിയ ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്തു. എങ്ങനെ ഡിവൈഡ് ചെയ്തു? ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തു. ജോസിന് എത്ര പ്രോഫിറ്റ്? അതിന്റെ എത്ര ഭാഗം കിട്ടി? 1,500 രൂപ കിട്ടി. ടോട്ടൽ പ്രോഫിറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ 4 പേരാണല്ലേ ആ ടോട്ടൽ പ്രോഫിറ്റിനെ ഡിവൈഡ് ചെയ്തത്. എങ്ങനെ ഡിവൈഡ് ചെയ്തത്? ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈക്വൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. സോ അവരാ കിട്ടിയ ടോട്ടൽ പ്രോഫിറ്റിനെ 4 തുല്യ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തു. പിന്നെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനില്? ഒരാൾക്ക് കിട്ടിയ പ്രോഫിറ്റ് തന്നിട്ടുണ്ട് അല്ലേ? ഒരാൾക്ക് കിട്ടിയ പ്രോഫിറ്റ് എത്രയാ? 1,500 rupees. സോ ഈ 4 പേർക്ക് കിട്ടിയതില് തുല്യ ഭാഗങ്ങളായിട്ട് കിട്ടിയതില് ഒരു ഭാഗമല്ലേ ജോസിന് കിട്ടിയത്? അപ്പോ ടോട്ടൽ പ്രോഫിറ്റിന്റെ ഒരു ഭാഗമാണ് ആർക്ക് കിട്ടിയത്? ജോസിന് കിട്ടിയത്. സോ അപ്പൊ 4 പേർക്കും കൂടി കിട്ടിയത് കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം? ഈ ഒരു ഭാഗത്തിന് 4
വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അല്ലേ? സോ എന്ത് ചെയ്യണം? 4 into 1500 ചെയ്യണം. സോ ഈ 4 പേർക്ക് കൂടി കിട്ടിയതെന്ന് പറയുന്നത് ടോട്ടൽ പ്രോഫിറ്റ്. അപ്പൊ ഇതന്നെയല്ലേ ടോട്ടൽ പ്രോഫിറ്റ്? ആൻസർ എത്ര? 4 into 1500 equal to എത്ര വന്നു? 6000 rupees. സോ ടോട്ടൽ പ്രോഫിറ്റ് എത്ര കിട്ടിയത്? 6000 rupees. എല്ലാവർക്കും ഈ ആൻസർ തന്നെയാണ് കിട്ടിയത്. ഓക്കെ, സോ ഇങ്ങനത്തെ പ്രോബ്ലം എങ്ങനെ ചെയ്യുന്നത് എല്ലാവർക്കും മനസ്സിലായില്ലേ? നമുക്ക് വേറെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കിയാലോ? ഓക്കെ, ഈ ഫ്ലാഷ് കാർഡിൽ എഴുതിയ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും. എന്താണ് ക്വസ്റ്റ്യൻ? In a company, the manager's salary is 5 times that of a peon. Managers get 40,000 rupees in a month. Then, how much does the peons get a month? Okay, question എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായോ? ഒരു കമ്പനിയില് മാനേജറുടെ സാലറി പ്യൂണിന്റെ സാലറിയുടെ 5 മടങ്ങാണ്. 5 times that of a peon. Okay, so ഒരു മാസം മാനേജർക്ക് 40,000 രൂപ കിട്ടും. അങ്ങനെയാണെങ്കിൽ പ്യൂണിന് ഒരു മാസം എത്ര രൂപ കിട്ടും എന്നാണ് നമ്മുടെ ചോദ്യം. സോ ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യാം? എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഫസ്റ്റ് സെന്റൻസിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായേ? എന്താ? മാനേജറുടെ സാലറി പ്യൂണിന്റെ സാലറിയുടെ 5 മടങ്ങാണ്. അതല്ലേ പറയുന്നത്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒന്ന് തിരിച്ചാലോചിച്ച് നോക്കിയേ. പ്യൂണിന്റെ സാലറി എന്തായിരിക്കും? മാനേജറുടെ സാലറി പ്യൂണിന്റെ സാലറിയുടെ 5 മടങ്ങാണ്. സോ പ്യൂണിന്റെ സാലറി എന്തായിരിക്കും? മാനേജറുടെ സാലറിയുടെ 5-ൽ 1 ഭാഗമാണെന്ന് പറഞ്ഞോളൂ നമുക്ക്. അങ്ങനെ പറയാനോ? ഡൗട്ട് ഉണ്ടോ? ഇല്ല അല്ലെ? ഓക്കെ, എന്താ നമ്മൾ പറഞ്ഞത്? മാനേജറുടെ സാലറി പ്യൂണിന്റെ സാലറിയുടെ 5 മടങ്ങാണ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ പ്യൂണിന്റെ സാലറി എന്ന് പറയുന്നത് മാനേജറുടെ സാലറിയുടെ 5-ൽ 1 ഭാഗമായിരിക്കും. നേരെ തിരിച്ചു പറഞ്ഞു. ഓക്കെ, ക്ലിയർ ആയില്ലേ? സോ പ്യൂണിന്റെ സാലറി കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? മാനേജറുടെ സാലറി നമുക്ക് തന്നിട്ടുണ്ട്. എത്ര രൂപ നോക്കണേ? 40,000, 40,000. സോ അതിന്റെ 5-ൽ 1 ഭാഗം എടുക്കണല്ലേ? അതായത് 40,000 ഡിവൈഡഡ് ബൈ 5 ചെയ്യണം. 40,000 ഡിവൈഡഡ് ബൈ 5 എത്രയാ? ചെയ്ത് നോക്കിയേ. എത്ര വരും? 8,000 rupees. So 40,000 divided by 5 equal to 8,000 rupees. So പ്യൂണിന്റെ സാലറി 8,000 rupees. ക്ലിയർ ആയോ എല്ലാവർക്കും? ഞാൻ ഒന്നുകൂടി പറയാം, എല്ലാവരും ശ്രദ്ധിക്കാം. Here, manager's salary is equal to 40,000 rupees. Then manager's salary is equal to 5 times that of peon's salary. Therefore, peon's salary equal to 1 by 5 part of manager's salary. Clear? So therefore, peon's salary is equal to 40,000 divided by 5. That is equal to 8,000 rupees. Okay, clear ayo? Okay. So ഞാനൊരു ആക്ടിവിറ്റി കണ്ടുതരാം. സോ അടുത്ത പ്രോബ്ലം നിങ്ങൾ തന്നെ ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ വായിച്ചേ. എ നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ 12 gives 756. വാട്ട് ഈസ് ദ നമ്പർ? ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഒരു നമ്പറിനെ 12 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 756 കിട്ടി. അങ്ങനെയാണെങ്കിൽ ആ നമ്പർ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, എല്ലാവർക്കും ചെയ്യാലോ? എളുപ്പമുള്ളതല്ലേ? ഒന്ന് ചെയ്തു നോക്കിയേ, എന്നിട്ടൊന്ന് ആൻസർ ഒന്ന് പറഞ്ഞേ. നിങ്ങൾ എങ്ങനെയാ ചെയ്തത്? ഇവിടെ ഒരു നമ്പർ അല്ലേ? നമ്പറിനെ 12 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 756. സോ എ നമ്പർ into 12 gives 756. ഇവിടുത്തെ ഓപ്പറേഷൻ എന്താ? മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, നമുക്ക് റിസൾട്ട് അറിയാം. നമ്പർ കണ്ടുപിടിക്കാം. എന്ത് ചെയ്യണം? മൾട്ടിപ്ലിക്കേഷനെ ഡിവിഷൻ ആക്കി മാറ്റണം. സോ ഏതൊക്കെ നമ്പേഴ്സ് തമ്മിലാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? 756 ഡിവൈഡഡ് ബൈ 12. ഓക്കെ, 756 ഡിവൈഡഡ് ബൈ 12 ചെയ്തപ്പോൾ ആൻസർ എത്ര കിട്ടിയത്? എല്ലാവർക്കും എത്ര കിട്ടിയത്? 63 അല്ലേ? സോ എല്ലാവർക്കും കറക്റ്റ് ആയി വന്നില്ലേ? ഓക്കെ, സോ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു ഓപ്പറേഷൻ, നമ്മൾ അതിനെ ഡിവിഷൻ ആക്കി മാറ്റി. സോ ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ കൂടി തരാം. ഈ ആക്ടിവിറ്റി കാർഡിലെ പ്രോബ്ലം നോക്കിയേ. എന്താ പറയുന്നത്? A number is divided by 25 gives 150. Okay, what is the number? So ഇത് തന്നെ ചെയ്യാലോ? ഒന്ന് ചെയ്ത് നോക്കിയേ. എല്ലാവർക്കും ഉത്തരം കിട്ടിയോ? എന്താണ് ചെയ്തത്? A number is divided by 25 gives 150. So ഇവിടെ റിസൾട്ട് തന്നിട്ടുണ്ട്. ഒരു ഓപ്പറേഷൻ, ഏത് ഓപ്പറേഷൻ ആണ് ചെയ്തിരിക്കുന്നത്? ഡിവിഷൻ. സോ നമ്മൾ ആൻസർ കണ്ടുപിടിക്കാനായിട്ട്, അതായത് അൺനോൺ നമ്പർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിവിഷൻ എന്താക്കി മാറ്റണം? മൾട്ടിപ്ലിക്കേഷൻ ആക്കി മാറ്റണം. സോ ഏതൊക്കെ നമ്പേഴ്സ് ആണ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 150 into 25. കറക്റ്റ് അല്ലേ? 150 into 25 എത്ര ആൻസർ വന്നത്? 3750. ഓക്കെ, എല്ലാവർക്കും തന്നെയാണ് കിട്ടിയത്. സോ ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ തന്നെ ചെയ്യാൻ കിട്ടുന്നില്ലേ? ഓക്കെ, സോ അവസാനമായിട്ട് നമുക്ക് ഒരു പ്രോബ്ലം
കൂടി ഒന്ന് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. In an investment scheme, the money deposited doubles after 6 years. So to get back 10,000 rupees finally, how much rupees should we deposit now? Okay, ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമിൽ നമ്മൾ എത്ര എമൗണ്ട് ആണ് അടയ്ക്കുന്നത് അത് 6 വർഷം കഴിയുമ്പോൾ ഡബിൾ ആയിട്ട് നമുക്ക് തിരിച്ചു കിട്ടും. അങ്ങനെയാണെങ്കിൽ എന്താ പറയുന്നത് ക്വസ്റ്റ്യനില് 10,000 rupees ആണ് എനിക്ക് കയ്യിൽ കിട്ടുന്നത് എങ്കിൽ ഞാൻ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണം, ഡെപ്പോസിറ്റ് ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായോ? സോ അതായത് ഫൈനൽ ആയിട്ട് എന്റെ കയ്യിൽ കിട്ടുന്ന പൈസയാണ് 10,000 rupees. സോ ഞാൻ എത്ര ഡെപ്പോസിറ്റ് ചെയ്താലാണ് എനിക്ക് 10,000 rupees കിട്ടാന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ നമുക്കുള്ള കണ്ടീഷൻ എന്തായിരുന്നു? ഇൻവെസ്റ്റ്മെന്റ് സ്കീമിന്റെ പ്രത്യേകത എന്തായിരുന്നു? നമ്മൾ എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്തത് അത് ഡബിൾ ആവും അല്ലെ 6 വർഷം കഴിയുമ്പോൾ. സോ ഡബിൾ ആയ എമൗണ്ട് അല്ലേ ഇവിടെ 10,000 rupees. ഡബിൾ ആയ എമൗണ്ട് ആണ് 10,000 rupees. സോ നമ്മൾ അതിന്റെ ഹാഫ് എങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യണ്ടേ? ഹാഫ് ഡെപ്പോസിറ്റ് ചെയ്താലല്ലേ ഡബിൾ ആയിട്ട് നമുക്ക് 10,000 ആയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുള്ളൂ. സോ ഡെപ്പോസിറ്റ് ചെയ്യുന്ന റുപ്പീസ് എത്രയാ? 10,000 ഡിവൈഡഡ് ബൈ 2 എത്ര വരും? 5,000 rupees ആണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. മനസ്സിലായോ എല്ലാവർക്കും? ഞാൻ ഒന്നുകൂടി പറയാം, ശ്രദ്ധിച്ചു നോക്കാം. Here final amount is equal to 10,000 rupees. That is 10,000 is the double of the investment. Therefore investment is equal to 10,000 divided by 2, that is equal to 5,000 rupees. Okay, clear ആയോ എല്ലാവർക്കും? സോ ഇവിടുത്തെ പ്രത്യേകത എന്താ? ഡബിൾ ആവുന്നതാണ് പറഞ്ഞത്. സോ ഡബിൾ ചെയ്യാന്ന് പറഞ്ഞാൽ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് നമ്മൾ എത്ര എമൗണ്ട് ആണോ ഡെപ്പോസിറ്റ് ചെയ്തത് അതിനെ 2 വെച്ച് മൾട്ടിപ്ലൈ ആണ് ചെയ്തിരുന്നത്. സോ നമുക്ക് ഫൈനൽ ആൻസർ അറിയാൻ 10,000 rupees ആണ്. ഓപ്പറേഷൻ എന്താ? മൾട്ടിപ്ലിക്കേഷൻ. സോ നമ്മൾ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? 10,000 ഡിവൈഡഡ് ബൈ 2 ചെയ്തു. ഓക്കെ, 10,000 ഡിവൈഡഡ് ബൈ 2 എത്രയാ? 5,000 rupees. ക്ലിയർ ആയില്ലേ? സോ മെത്തേഡ് ഓഫ് ഇൻവേഷന്റെ കേസിൽ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഉള്ള ഓപ്പറേഷൻസ് എങ്ങനെ യൂസ് ചെയ്യാമെന്നത് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഓക്കെ, നമ്മൾ ഇത്രയും പ്രോബ്ലംസ് മൾട്ടിപ്ലിക്കേഷന്റെ ഡിവിഷന്റെ ആയിരുന്നല്ലേ ചെയ്തത്. സോ ഇതിലാർക്കും സംശയമൊന്നും ഇല്ലാന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ കുറച്ച് ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് തരട്ടെ. എല്ലാവരും അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ചെയ്തിട്ട് വരുമോ? എല്ലാവരും സ്വയം ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ. സോ ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് എല്ലാവരും നോട്ട് ചെയ്തോളൂ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 35 ഓക്കെ. So first question is that. So question number വായിച്ചേക്കി. The travelers of a picnic split equally the 5,200 rupees spent. Each gave 1,300 rupees. Then question എന്താണ്? How many travelers were there? എത്ര travelers ഉണ്ടായിരുന്നു? ഓക്കെ, എത്ര യാത്രക്കാരാണ് അവിടെ യാത്ര ചെയ്തിരുന്നതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ എല്ലാവരും ആലോചിച്ച് തന്നെ ഹോംവർക്കായിട്ട് ചെയ്തിട്ട് വരും അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ. ഓക്കെ, ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഇൻവേർഷൻ മെത്തേഡ് ആണ് പഠിച്ചത്. ഇതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ അല്ലെ? ഓക്കെ, അതിന്റെ പ്രോബ്ലംസ് ആണ് നമ്മൾ ഡീൽ ചെയ്തത്. സോ റൂൾ ആരും മറന്നുപോയിട്ടില്ലല്ലോ. എന്തായിരുന്നു? The result is not to obtain the unknown value, change multiplication to division and similarly division to multiplication. ഓക്കെ, ഇന്ന് ഡിസ്കസ് ചെയ്ത പ്രോബ്ലംസ് എല്ലാവർക്കും മനസ്സിലായില്ലേ? സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിഫറെന്റ് ടോപ്പിക് ആയിട്ട് കാണാം. സോ അതുവരെ ടേക്ക് കെയർ. താങ്ക് യു.